ഹലോ, അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു റെസിപ്പി ആയിട്ടാണ്. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പനീർ ബട്ടർ മസാലയുടെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 200 ഗ്രാം പനീർ ആട്ടോ എടുത്തിരിക്കണേ. അപ്പോൾ ആദ്യം തന്നെ അതൊന്ന് ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്യാൻ പോവുകയാണ്. ഇത് ഇങ്ങനെ സ്ക്വയറായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പാനൊന്ന് ചൂടായിട്ട് വന്നപ്പോൾ അതിലേക്ക് ലേശം ബട്ടർ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ബട്ടറിലാണ് ഇത് റോസ്റ്റ് ചെയ്തെടുക്കണേ. അപ്പോൾ ഇത് റോസ്റ്റ് ചെയ്യാതെ ഉണ്ടാക്കാം. അപ്പോൾ എനിക്ക് ഒന്നും കൂടി ടേസ്റ്റ് തോന്നിയിരിക്കുന്നത് പനീർ ഒന്ന് ബട്ടറിൽ റോസ്റ്റ് ചെയ്തതിന് ശേഷം ഉണ്ടാക്കിയെടുക്കുമ്പോഴാണ് ഒന്നും കൂടി ഒരു ടേസ്റ്റ് തോന്നിയിരിക്കണേ. അപ്പോൾ ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്യേ വേണ്ട, ഒന്ന് തിരിച്ചു മറിച്ചിട്ട് കൊടുത്ത് ഒന്നൊരു ഗോൾഡൻ ബ്രൗൺ കളറാവേ വേണ്ട. അപ്പോൾ ഇത്രയും ആവണ്ടോ, ഈ ഒരു ഗോൾഡൻ കളർ ആയാൽ മതി. അപ്പോൾ പനീറൊക്കെ ഒന്ന് ഗോൾഡൻ കളറായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതെല്ലാം ഒന്ന് കോരിയെടുക്കാം. ഇനി അതേ പാനിൽ തന്നെ ഞാൻ ലേശം ബട്ടർ കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് അതിനുള്ള മസാല ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബട്ടറൊക്കെ ഒന്ന് ചൂടായിട്ട് വന്നപ്പോൾ ഞാൻ അതിലേക്ക് ആദ്യം തന്നെ ഇട്ട് കൊടുക്കണേ ഒരു കഷ്ണം പട്ട, ഒരു ഗ്രാമ്പു, ഒരു ഏലക്കായ. ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അതൊന്ന് മൂപ്പിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് 3 വലിയ സവാള ഇങ്ങനെ സ്ക്വയറായിട്ട് അരിഞ്ഞതാണ്. അപ്പോൾ അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി സവാളയൊന്ന് വേഗം വഴഞ്ഞു കിട്ടാൻ വേണ്ടി ലേശം ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ് കേട്ടോ. വലിയ കാര്യമായിട്ടുള്ള മസാലയോ പൊടികളോ ഒന്നും ഇതിൽ ചേർക്കണില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തതും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി അതിൻ്റെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റി കൊടുക്കുക കേട്ടോ. ഇപ്പോൾ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്കുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിയാണ് ചേർത്ത് കൊടുക്കണേ. വേറെ എരിവിന് മുളക് പൊടിയൊന്നും ചേർക്കണില്ല, കാശ്മീരി ചില്ലിയാണ്. അതുപോലെ 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതിൻ്റെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റി കൊടുക്കുക.
ഇനി ഇതിലേക്ക് തക്കാളിയും കൂടി ചേർത്ത് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ വലിയ തക്കാളി ആയ കാരണം ഞാൻ ഒന്നേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് കാഷ്യൂനട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 5-6 കഷ്ണം കാഷ്യൂനട്ടാണ് ചേർത്ത് കൊടുത്തിരിക്കണേ. കുറച്ചും കൂടി കൂടുതൽ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റ് കൂടും കേട്ടോ. ഇനി പനീർ ബട്ടർ മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് ചേർത്ത് കൊടുക്കണേ, കസ്തൂരി മേത്തി. അത് ഞാനിവിടെ 1 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ കയ്യിൽ വെച്ച് ഒന്ന് പൊടിച്ചതിന് ശേഷമാണ് അതൊന്ന് ചേർത്ത് കൊടുക്കണേ. എന്നിട്ട് നന്നായിട്ടത് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു മിക്സ് ചൂടാറിന് ശേഷം ഇതൊന്ന് അരച്ചെടുക്കണം. നമ്മുടെ മിക്സൊക്കെ അങ്ങനെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല വെണ്ണ പോലെ അരച്ചെടുക്കണം. അധികം വെള്ളമൊന്നും ചേർക്കാതെ നല്ല കട്ടിക്ക് തന്നെ അരച്ചെടുക്കാൻ നോക്കുക കേട്ടോ. ഇനി വീണ്ടും ഒരു പാൻ ചൂടായിട്ട് വന്നപ്പോൾ അതിലേക്ക് ബട്ടർ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ബട്ടറൊക്കെ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 കഷ്ണം പട്ട, 2 കഷ്ണം ഏലക്ക, 2 ഗ്രാമ്പു ഇത് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് അതൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന മിക്സും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. കൈ വിടാതെ നന്നായിട്ട് അത് ഇളക്കി കൊടുക്കണം കേട്ടോ. അതൊന്ന് തിക്ക് ഫോമായിട്ട് വരണം. അതൊന്ന് കുറുകി ആ ഒരു മസാലയൊക്കെ ഒന്ന് കുറുകി ഒന്ന് തിക്ക് ഫോമായിട്ട് വരണ വരെ നന്നായിട്ടൊന്ന് അതൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇതൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ചൂടുവെള്ളം തന്നെ വേണമെന്നില്ല, ഒന്നും കൂടി ടേസ്റ്റ് കിട്ടാൻ പാലാണ് ഒഴിച്ചു കൊടുക്കുക. പക്ഷേ ഇവിടെ കണ്ണേറിന് പാൽ ഒഴിച്ചു കൊടുക്കുന്ന ഇഷ്ടമില്ലാത്ത കാരണം ഞാനിവിടെ ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കണേ. അപ്പോൾ നമ്മുടെ ആ കറിയുടെ ആ ഒരു തിക്നെസ്സിനനുസരിച്ച് നമുക്കിതിലേക്ക് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. എത്രത്തോളം ലൂസായിട്ട് കിട്ടണോ അല്ലെങ്കിൽ തിക്കായിട്ട് കിട്ടണോ അതിനനുസരിച്ച് നമുക്ക് ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മൂടി വെച്ച് അതൊന്ന് വേവാൻ വയ്ക്കാം. അപ്പോൾ അതൊക്കെ നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്, ഒന്നും കൂടി ഒന്ന് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് നമുക്കിതിലേക്ക് നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പനീറും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പനീറൊക്കെ ഒന്ന് ആ മിക്സിൽ കിടന്നിട്ട് ഒന്ന് വേവട്ടെ. അപ്പോൾ ഈ സമയത്ത് നമുക്കിതിലേക്ക് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ നോക്കിയപ്പോൾ ഉപ്പ് ലേശം കമ്മിയാണ്, അതുകൊണ്ട് തന്നെ ലേശം ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇതിലേക്ക് ലേശം ടൊമാറ്റോ സോസും കൂടി ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂണോളം മതി. അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
1 ടേബിൾ സ്പൂൺ കസ്തൂരി മേത്തിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അതിങ്ങനെ കയ്യിൽ വെച്ച് നന്നായിട്ട് പൊടിച്ചതിന് ശേഷം ഇങ്ങനെ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അതുപോലെ ലാസ്റ്റ് ലേശം മല്ലി ഇലയും കൂടി ഇതിലേക്ക് അരിഞ്ഞ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ലാസ്റ്റ് ഫ്രഷ് ക്രീമും കൂടി ചേർക്കാം. അപ്പോൾ ഇവിടെ ഫ്രഷ് ക്രീം ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ചേർത്തില്ല. അപ്പോൾ ഫ്രഷ് ക്രീമും കൂടി ചേർക്കുകയാണെങ്കിൽ ഒന്നും കൂടി റിച്ച് ആയിട്ട് കിട്ടും കേട്ടോ. കറി ഒന്നും കൂടി ടേസ്റ്റ് ആയിരിക്കും. അതുപോലെ ചൂടുവെള്ളത്തിന് പകരം പാലും കൂടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അതിലും ടേസ്റ്റ് ആയിരിക്കും. പക്ഷെ പാലോട് ചേർക്കണത് ഇഷ്ടമില്ലാത്ത കാരണം ഞാൻ ചേർത്തില്ല. അപ്പോൾ ഫ്രഷ് ക്രീം ഈ ഒരു സമയത്ത് മല്ലിയിലൊക്കെ ഇട്ടതിന് ശേഷം ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ കറി ഒന്നും കൂടി റിച്ച് ആയിട്ട് കിട്ടും കേട്ടോ. ഫ്രഷ് ക്രീം ഓപ്ഷണലാണ്, വേണമെന്നില്ല. അതില്ലെങ്കിലും അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ ലാസ്റ്റ് അതിലേക്ക് ലേശം പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്, ആ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ പനീർ ബട്ടർ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. നമുക്ക് ചപ്പാത്തിക്കാണെങ്കിലും ഫ്രൈഡ് റൈസിനൊക്കെ ആണെങ്കിലും നല്ല കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണം. ഇഷ്ടമായിച്ചെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണം. ഇഷ്ടമായിച്ചെങ്കിൽ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന വെച്ചെങ്കിൽ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ ഇനേബിൾ ചെയ്യുക. അതുപോലെ മാക്സിമം ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.